ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ നമ്മുടെ വിഷയം ഫാറ്റി ലിവർ ആണ്. ഫാറ്റി ലിവർ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും സിംറ്റംസിലൂടെ ഒന്നും ആയിരിക്കില്ല. പലപ്പോഴും വേറെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ USG ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ മനസ്സിലായാൽ തന്നെ നമ്മളത് വലിയ കാര്യമായി എടുക്കാറുമില്ല. പക്ഷേ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ വിടുമ്പോൾ അത് കുറേ കാലം കഴിയുമ്പോൾ കൂടി അത് സിറോസിസ് ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം, അതിന് വേണ്ട കുറച്ച് ടിപ്സ്, എന്തൊക്കെ ഡ്രിങ്ക്സ് നമുക്ക് കഴിക്കാം, ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നോർമലി തന്നെ നമ്മുടെ ലിവറിൽ ഫാറ്റ് ഉണ്ട്. അപ്പോൾ ആ അളവിൽ കുറച്ച് കൂടുമ്പോഴാണ് ലിവർ സെൽസിൽ ഫാറ്റ് കുറച്ചുകൂടെ അക്യുമുലേറ്റ് ആവുമ്പോഴാണ് അത് ഫാറ്റി ലിവറായി മാറുന്നത്. ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. നമുക്ക് പുറമെ ഒരു പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. ഇനി ഇത് രണ്ട് തരത്തിലുണ്ടാവാറുണ്ട്, നോൺ ആൽക്കഹോളിക്കും അതുപോലെ ആൽക്കഹോളിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആൽക്കഹോളിക്കിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലേക്ക് വന്നാൽ ഒബസിറ്റി, ഡയബറ്റീസ്, അതുപോലെ HDL കൊളസ്ട്രോളിൻ്റെ കുറവ്, ഇതൊക്കെ കാരണമാവാറുണ്ട് നോൺ ആൽക്കഹോളിക്ക് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ D നമുക്ക് കുറയുമ്പോഴും അതിൻ്റെ കൂടെ ഫാറ്റി ലിവർ വരാറുണ്ട്. അതുപോലെ അയേൺ കണ്ടൻറ്റ് ധാരാളമായിട്ട് ഉണ്ടാവുമ്പോൾ എക്സസ് ആയി വരുമ്പോഴും നമുക്ക് ഫാറ്റി ലിവർ വരാം. നിങ്ങൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചില ആയുർവേദ മരുന്നുകളിലും നമ്മുടെ അയൺ കണ്ടൻറ്റ് നാച്ചുറലായിട്ട് തന്നെ ഉണ്ട്. ലോഹാസവം അല്ലെങ്കിൽ സപ്താമൃത ലോഹം പോലുള്ള ചില ആയുർവേദ മരുന്നുകളിലും ഇതുപോലുള്ള അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നവരാണെങ്കിൽ ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മാൽ ന്യൂട്രീഷൻ കൊണ്ട്, ന്യൂട്രീഷൻ്റെ കുറവ് മൂലവും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിലും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട്. ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഡയറ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ പറ്റും. ഡയറ്റ് വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുറക്കുക. അതുപോലെ തന്നെ കാർബ്സിൻ്റെ അളവ് കുറക്കുക. ചോറ് കഴിക്കുന്നത്, അതുപോലെ ബ്രെഡ്, പൊട്ടറ്റോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറക്കുക. ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അളവ് ഒത്തിരി കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളൊന്ന് കുറച്ച് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഹെവി ആയി ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള മീറ്റ് ഒഴിവാക്കിയിട്ട് ചെറിയ ദഹിക്കാൻ എളുപ്പമുള്ള മീറ്റ് നിങ്ങൾക്ക് കഴിക്കാം. ഫിഷും എഗ്ഗൊക്കെ കഴിക്കാം. ഈ റെഡ് മീറ്റൊക്കെ കഴിക്കുന്നത് കുറക്കാം. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സും ഒഴിവാക്കുന്നതാണ് നല്ലത്. മിൽക്ക് ഒട്ടും നല്ലതല്ല. മിൽക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഫ്രൈഡ് ഫുഡ്സാണ്. ഫ്രൈഡ് ഫുഡ്സും അതുപോലെ ഓയിലി ഫുഡ്സും നിങ്ങൾ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഏതൊക്കെ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ്. വിറ്റാമിൻ E അടങ്ങിയിട്ടുള്ള നട്ട്സ്, അതുപോലെ ക്യാരറ്റ്, ചീര, ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ വിറ്റാമിൻ D അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിറ്റാമിൻ D അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നോൺ വെജിൽ നമുക്ക് എഗ്ഗ് കഴിക്കാം. അതുപോലെ കോഡ് ലിവർ ഓയിലൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിലാവുമ്പോൾ നമുക്ക് ചീസ് കഴിക്കാം, അല്ലെങ്കിൽ മഷ്റൂം കഴിക്കാം. ഇതൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് omega-3 ഫാറ്റി ആസിഡ് കൂടെ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതും നിങ്ങൾക്ക് നട്ട്സിലെ കൂടെയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വിറ്റാമിൻസ് ആണ്. ഈ 3 വിറ്റാമിനും, അതായത് വിറ്റാമിൻ E, omega-3 ഫാറ്റി ആസിഡ്, അതുപോലെ വിറ്റാമിൻ D, ഇത് മൂന്നും നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 3 ടിപ്സ് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തത് ത്രിഫല കഷായമാണ്. ത്രിഫല കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇത് 3ഉം ഈക്വൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രിഫല ക്വാത ചൂർണം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വാങ്ങിക്കാം. അത് ഒരു 10 ഗ്രാം ഇട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു 50 ml ഒക്കെ ആക്കി കുറുക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് 2 നേരമായി കഴിക്കാം. രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുന്നേ ആയിട്ട് കഴിക്കാം. ഇത് കഴിക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു 25 ml വീതം 2 നേരമായിട്ട് കഴിക്കാം. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് 2 നേരമായിട്ട് കഴിക്കാം. ഇത് 1 മാസം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത്
മോരാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. മോരിലേക്ക് നിങ്ങൾക്ക് ഒരു കറിവേപ്പില 2-3 തണ്ട് കറിവേപ്പില എടുക്കാം. അതുപോലെ തന്നെ കുഞ്ഞുള്ളി ആവശ്യമായിട്ടുണ്ട്. ഈ കുറച്ച് 4-5 കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായി അടിച്ചെടുക്കുക. അതിലേക്ക് ഇന്ദുപ്പൂടെ ചേർത്തിട്ട് ഇത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. 1 ഗ്ലാസ് ഒരു ദിവസം നിങ്ങൾക്ക് കുടിക്കാം. അതിന് പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കണം എന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 1 മാസം വരെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നെല്ലിക്കയുടെ ജ്യൂസ് എടുക്കുക. അതിലേക്ക് ഒരു 3 സ്പൂണാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ആ 3 സ്പൂണിലേക്ക് ഒരു 2 ഗ്രാം മഞ്ഞൾ കൂടെ ആഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാം, അതുപോലെ തന്നെ രാത്രിയും കഴിക്കാം. 2 നേരം കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നോ എപ്പോഴായാലും നിങ്ങൾക്ക് കഴിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് 1 മാസം വരെ ഫോളോ ചെയ്യാവുന്നതാണ്. വേറെ ഇതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരുപാട് നാൾ കഴിക്കരുത്. ഈ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളായാലും മാക്സിമം 1 മാസം മാത്രം കഴിക്കാം. നിങ്ങൾക്ക് 1 മാസം ഇപ്പോൾ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അത് നിർത്തിയിട്ട് അടുത്തത് നിങ്ങൾക്ക് അടുത്ത മാസം കഴിക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ഡയറ്റും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഇതിലേതെങ്കിലും ഒരു ഡ്രിങ്കും നിങ്ങൾ കഴിക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്